ഗുരുഭ്യോ നമഃ. പ്രണാമം. അധ്യായം 3. സാധ്യസാധനം, വിചാര, ശ്രവണം, കീർത്തന, മനനം ഇവ മൂന്നിൻ്റെയും ശ്രേഷ്ഠതയെക്കുറിച്ചാണ് 3-ാം അധ്യായം ഇവിടെ പ്രതിപാദിക്കുന്നത്. സൂതന്റെ വാക്കുകൾ കേട്ട് മഹർഷിമാർ ഇപ്രകാരം പറഞ്ഞു: അങ്ങ് ഞങ്ങൾക്ക് വേദാന്തസാരവും അത്ഭുതവുമായ ശിവപുരാണ കഥ പറഞ്ഞു തന്നാലും. സൂതൻ പറയുകയാണ്: നിങ്ങൾ മഹർഷിമാരെല്ലാവരും രോഗശോകങ്ങളില്ലാത്തതും മംഗളമയവുമായ ഭഗവാൻ ശിവനെ സ്മരിച്ചിട്ട് പുരാണശ്രേഷ്ഠമായ ശിവപുരാണത്തിലെ വേദാന്തസാര തത്വങ്ങൾ വെളിവാക്കുന്ന അറിവുകൾ ഞാനിവിടെ പറയാം. ശിവപുരാണത്തിൽ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഈ 3 അറിവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ വർത്തമാന യുഗത്തിൽ സൃഷ്ടികർമ്മം ആരംഭിച്ചപ്പോൾ 6 വംശത്തിലെ മഹർഷിമാർ അന്യോന്യം വാദവിവാദം നടത്തിക്കൊണ്ടു പറഞ്ഞു: പ്രത്യേക അറിവ് സകലതിലും ശ്രേഷ്ഠമായിട്ടുണ്ട്, പ്രത്യേകമില്ലാത്തതുമുണ്ട്. അവരുടെ ഈ വാദം വളരെയധികം മഹത്തായ രൂപം പ്രാപിച്ചു. അപ്പോൾ അവരെല്ലാവരും തങ്ങളുടെ സംശയ നിവാരണത്തിനായി അവിനാശിയും സൃഷ്ടികർത്താവുമായ ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്നു. കൂപ്പുകയ്യോടെ വിനയസ്വരത്തിൽ പറഞ്ഞു: ഭഗവാൻ, അവിടുന്ന് സകല ലോകങ്ങളെയും ധരിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നവനും സകല കാരണങ്ങളുടെയും കാരണനുമാണ്. ഞങ്ങൾ സകല തത്വങ്ങളിലും മേലെയായി പരാത്പരനായുള്ള പുരാണ പുരുഷൻ ആരാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മാവ് പറയുകയാണ്: എവിടെ നിന്നാണ് മനസ്സോടുകൂടിയ വാക്ക് അദ്ദേഹത്തെ പ്രാപിക്കാതെ തിരിച്ചെത്തുന്നത്? ആരിൽ നിന്നാണോ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഇന്ദ്രൻ മുതലായവരോട് കൂടിയ ഈ ലോകം മുഴുവനും ഇന്ദ്രിയങ്ങളോട് കൂടിയ സകല ജീവജാലങ്ങളും ആദ്യം ആവിർഭവിച്ചത്, അദ്ദേഹം തന്നെയാണ് ഈ ദേവൻ, മഹാദേവൻ. സർവജ്ഞനും സർവലോകത്തിൻ്റെയും ഉടമയും അദ്ദേഹം തന്നെയാണ്. എല്ലാറ്റിനും ശ്രേഷ്ഠൻ. ഭക്തി കൊണ്ടു മാത്രം ഇദ്ദേഹത്തെ സാക്ഷാത്കരിക്കാം. മറ്റൊരു മാർഗത്താലും ഇദ്ദേഹത്തെ ദർശിക്കാൻ പോലും സാധ്യമല്ല. രുദ്രൻ, ഹരി, ഹരൻ, മറ്റു ദേവപ്രമുഖന്മാർ എല്ലാം എപ്പോഴും ഉത്തമ ഭക്തിയോടെ അദ്ദേഹത്തെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ ശിവനിൽ ഭക്തി ഉണ്ടാകുന്നത് നിമിത്തം മനുഷ്യൻ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു. ദേവന്മാരുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും അവരിൽ ഭക്തി ഉണ്ടാകുന്നു. ഭക്തി കൊണ്ട് കൃപാ പ്രസാദം ഉണ്ടാവുകയും ചെയ്യുന്നു. തികച്ചും അതേ രീതിയിൽ, അതായത് മുളയിൽ നിന്ന് വിത്ത്, വിത്തിൽ നിന്ന് മുള ഇവ ഉണ്ടാകുന്നത് പോലെ. അതിനാൽ നിങ്ങളെല്ലാ ബ്രഹ്മർഷിമാരും ഭഗവാൻ ശങ്കരൻ കൃപാപ്രസാദം നേടുന്നതിന് ഭൂമിയിൽ പോയി അവിടെ 1000ഓളം വർഷം വരെ സാധാരണഗതിയിൽ നടന്നു വരുന്ന ഒരു യജ്ഞത്തിനുള്ള പദ്ധതി തയ്യാറാക്കുക. യജ്ഞപതിയായ ഭഗവാൻ ശിവന്റെ കാരുണ്യത്താൽ വേദോക്തമായ വിദ്യയുടെ സാരമായ സാധ്യസാധനകളുടെ ജ്ഞാനമുണ്ടാകുന്നതാണ്. 3-ാം അധ്യായത്തെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നതാണ്. ഗുരുഭ്യോ